السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മനുഷ്യജീവിതത്തിൽ ഏറെ പ്രാധാന്യം നൽകപ്പെടുന്ന ഏറെ ശ്രദ്ധേയമായ ഒരു അവയവമാണ് മനുഷ്യഹൃദയം. പലപ്പോഴും നാം പറയാറുണ്ട്, ഹൃദയം ദുഷിച്ചാൽ എല്ലാം ദുഷിച്ചു പോകുമെന്ന്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരു മനുഷ്യൻ ആദ്യം നന്നാക്കേണ്ടുന്നത് അവന്റെ ഹൃദയത്തെ തന്നെയാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി തീരും. ഇനി അത് ദുഷിച്ചു പോയാലോ നിങ്ങളുടെ ശരീരം മുഴുവൻ ദുഷിച്ചു പോകും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അറിയണം, അത് നിങ്ങളുടെ ഹൃദയമാകുന്നു എന്നാണ്. മനുഷ്യൻ എന്തെല്ലാം പ്രവർത്തിച്ചാലും ഏതെല്ലാം കാണിച്ചു കൂട്ടിയാലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടമുണ്ടായിത്തീരുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അഅമാലിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കോ സമ്പത്തിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത്. മറിച്ച് അള്ളാഹു നോക്കുക നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. ആ ഹൃദയത്തെ നന്മയിൽ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടമുണ്ടായിത്തീരുന്നത്. നാം ഇവിടെ തിരിച്ചറിയേണ്ടത്, മനുഷ്യന്റെ മനസ്സുകൾ 3 അവസ്ഥകളിലായി നമ്മൾക്ക് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തേത് ഈമാനിൽ നിന്നും സർവ നന്മകളിൽ നിന്നും മുക്തമായ ഹൃദയമാണ്. അഥവാ ആ ഹൃദയത്തിൽ ഈമാനിന്റെ പ്രകാശമില്ല, നന്മകളുടെ യാതൊരു അടയാളങ്ങളും ആ ഹൃദയത്തിൽ ബാക്കിയായിട്ടില്ല. പാപത്തിന്റെ കറകളാൽ മുറ്റിപ്പോയ ഇരുൾ മുറ്റിയ ഒരു ഹൃദയമാണത്. അതിലേക്ക് പലപ്പോഴും വസ്വാസുകൾ ഇട്ടുതരാൻ പിശാചിന് വളരെ എളുപ്പമാണ്. കാരണം അത്തരം മനസ്സുകളെ പിശാച് അവന്റെ താവളമായും അതുപോലെ തന്നെ പിശാചിന്റെ സ്വദേശമായുമൊക്കെ മാറ്റുകയാണ് പിശാച് ചെയ്യുന്നത്. അത് മാത്രവുമല്ല, താൻ ഉദ്ദേശിക്കുന്നതെന്തോ അത് ആ മനസ്സുകളിലൂടെ നടപ്പിൽ വരുത്താനും പിശാചിന് പൂർണ്ണമായും സൗകര്യപ്പെട്ട രൂപത്തിലുള്ള മനസ്സ്, ആ നിലയിലായിപ്പോയതായ ഹൃദയങ്ങൾ. മറ്റൊന്നാകട്ടെ, ഈമാനിന്റെ പ്രകാശം കൊണ്ട് പ്രശോഭിതമാവുകയും അതിന്റെ വിളക്കുകൾ, ആ വിശ്വാസത്തിന്റെ വിളക്കുകൾ കത്തിച്ചു വെക്കുകയും ചെയ്ത ഹൃദയമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി. അല്ലാഹു ഒരു മനുഷ്യന് സത്യത്തിന്റെ വഴിയിലേക്ക് ഹൃദയവികാസം നൽകുമ്പോൾ അവൻ സഞ്ചരിക്കുന്നത് പിന്നീട് തന്റെ രക്ഷിതാവിന്റെ പ്രത്യേകമായ വെളിച്ചത്തിന്മേലായിരിക്കും. അത് ആ നിലയിൽ പ്രകാശം കൊണ്ട് പ്രശോഭിതമായി അതിന്റെ വിളക്കുകൾ കത്തിച്ചുവെച്ച ഹൃദയമാണ് രണ്ടാമത്തേത്. അതിന്മേൽ പലപ്പോഴും ദേഹേച്ഛകളുടെ കൊടുങ്കാറ്റുകളും ആഗ്രഹങ്ങളുടെ ഇരുട്ടും പലപ്പോഴും വന്നു കയറാറുണ്ട്. നമ്മൾക്കറിയാം, വിശ്വാസം ഏത് അവസ്ഥയിൽ നിലനിന്നാലും നമ്മൾ പലപ്പോഴും നമ്മളുടെ മനസ്സുകൾ പല കാര്യങ്ങൾക്കും അടിമപ്പെട്ടു പോവുകയും ചാഞ്ചാട്ടം വരികയും ചെയ്യാറുണ്ട്. പിശാച് അത്തരത്തിലുള്ള ഹൃദയങ്ങളിലേക്ക് വരികയും പോവുകയും എല്ലാം ചെയ്യുന്നു. പല നിലയിലുമുള്ള വ്യാമോഹങ്ങളുമായി പിശാച് അവിടങ്ങളിലെല്ലാം ചുറ്റിക്കറങ്ങി വട്ടമിട്ട് പറക്കുകയാണ്. പിശാചുമായുള്ള പോരാട്ടങ്ങളിൽ ചിലപ്പോൾ വിജയവും മറ്റു ചിലപ്പോൾ പരാജയവുമായി അവസ്ഥകൾ മാറിമറിയുന്ന ഹൃദയം. ചിലരുടേതിൽ ശത്രുവിന്റെ വിജയങ്ങളാണ് കൂടുതലെങ്കിൽ വേറെ ചിലരുടേതിൽ ശത്രുവിന്റെ വിജയത്തിന് എണ്ണക്കുറവുമായിരിക്കും. മറ്റു ചിലരിലാകട്ടെ സമാന്തരവുമായിരിക്കും. അപ്പോൾ ആ അവസ്ഥയിലുള്ളതായ ഹൃദയം പിശാച് വരികയും പോവുകയും ചിലപ്പോൾ കുഴപ്പത്തിലാക്കുകയും എന്നാൽ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്നതായ ഹൃദയം.
മറ്റൊന്ന് ഈമാൻ കൊണ്ട് നിറഞ്ഞ ആ നിലയിലുള്ള മനസ്സാണ്, ആ നിലയിലുള്ള ഹൃദയമാണ് മൂന്നാമത്തേത്. ഈമാനിന്റെ പ്രകാശം കൊണ്ട് പ്രഭ പരത്തിയ ആ ഹൃദയത്തിൽ നിന്ന് ദേഹേച്ഛകളുടെയും ആഗ്രഹങ്ങളുടെയുമെല്ലാം കരിമ്പടങ്ങൾ നീങ്ങിപ്പോയിട്ടുണ്ട്. കൂരിരുട്ടുകളെയെല്ലാം അതിൽ നിന്ന് നീക്കി ആ പ്രകാശം വളരെ കൃത്യമായ നിലയിൽ തെളിഞ്ഞ് ജ്വലിച്ചു നിൽക്കുന്നതായ ഹൃദയം. വസ്വാസുകൾ അതിന്റെ അടുത്തേക്ക് വരികയില്ല. പിശാച് അതിന്റെ അടുത്തേക്ക് വസ്വാസമായി വരുമ്പോൾ തന്നെ അത് കത്തിക്കരിഞ്ഞു പോകും. നക്ഷത്രങ്ങളാൽ സുരക്ഷാവലയം തീർക്കപ്പെട്ട ആകാശത്തെ പോലെയാണ് അവിടേക്ക് കട്ടുകേൾക്കാനായി പിശാച് ചെന്നാൽ തീജ്വാലകൾ കൊണ്ട് എറിഞ്ഞാട്ടുന്നത് പോലെ ഹൃദയത്തിലേക്ക് കടന്നുവരുന്ന പിശാചിന്റെ ദുർബോധനങ്ങളെ യഥാവിധി നേരിട്ടുകൊണ്ട് അതിനെ തട്ടിത്തെറിപ്പിച്ച് മുമ്പോട്ടു പോകാൻ കഴിയുന്നതായ അവസ്ഥ സംജാതമായിട്ടുള്ള മനസ്സ്. സഹോദരങ്ങളെ, തീർച്ചയായും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ നഫ്സിന്, ഞങ്ങളുടെ ആത്മാവുകൾക്ക്, ഞങ്ങളുടെ ശരീരത്തിന്, ഞങ്ങളുടെ മനസ്സിന് തഖ്വയാകുന്ന സൂക്ഷ്മതാബോധമാകുന്ന ആ രക്ഷാകവചം നൽകേണ്ടുന്നത്. ആ നിലയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തീർക്കണമേ എന്ന് അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മളിവിടെ തിരിച്ചറിയേണ്ടുന്നത് ഈ നിലയിൽ നമ്മളുടെ ഹൃദയം ഈമാൻ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, പിശാചിന് പ്രവേശനം സിദ്ധിക്കാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ജീവിതത്തിൽ മനസ്സമാധാനമുണ്ടാകുന്നതും സന്തോഷമുണ്ടാകുന്നതും അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ കുറവും വീഴ്ചയും വരുത്താതെ നമ്മൾക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതും. തീർച്ചയായും അതുകൊണ്ട് നാം നമ്മളുടെ ഹൃദയങ്ങളെ വിശ്വാസത്തിന്റെ വെളിച്ചത്താൽ പ്രശോഭിതമാക്കി തീർക്കുവാൻ ആത്മാർത്ഥമായി പണിയെടുക്കണം. ആത്മാർത്ഥമായി അതിനുവേണ്ടി രക്ഷിതാവിനോട്, നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും നമ്മളുടെ മനസ്സിന്റെ എല്ലാ മേഖലകളിൽ നിന്നും പിശാചിന്റെ വേലിയേറ്റങ്ങളെ തടഞ്ഞു നിർത്താൻ നാം പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.